യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൻ്റെ അവസ്ഥ ഇതാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നവരിൽ ഈ 9 കാര്യങ്ങൾ അടങ്ങിയിരിക്കും. അവരുടെ മനസ്സിൽ ഈ 9 കാര്യങ്ങൾ അടങ്ങിയിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കും. മനസ്സാക്കിയിരിക്കുക. 1. സുഖത്തിലും ദുഃഖത്തിലും അവർ കൂടെ നിൽക്കും. ഏത് അവസരത്തിലും അവർ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ അവരുടെ മനസ്സിലുണ്ടാവും. നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ, ദുഃഖത്തിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് സുഖത്തിൽ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് എപ്പോഴും നിങ്ങളോട് യോജിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടാവും. 2. നിങ്ങൾക്ക് വേണ്ടി ലാഭേച്ഛ നോക്കാതെ പണം ചിലവഴിക്കുന്നവർ. നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കും. അതിന് ലാഭേച്ഛയോ അല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങളിൽ നിന്ന് പകരം പ്രതീക്ഷിക്കുകയോ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം പണം ചിലവഴിക്കുക. അത് നിങ്ങളോട് സ്നേഹമുള്ളവർ മാത്രമേ ചെയ്യൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിനൊക്കെ കണക്ക് വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ചെയ്ത എല്ലാത്തിനും കണക്ക് വെക്കും. അപ്പോൾ കണക്ക് വെക്കാതെ ലാഭേച്ഛ നോക്കാതെ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളോട് ഇടപെടുകയും നിങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നത്. 3. ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്താതെ നല്ല വഴികൾ പറഞ്ഞു തരുന്നവർ. നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ, മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർ, നിങ്ങളെ ഒരു കാര്യത്തിലും കുറ്റപ്പെടുത്താതെ നിങ്ങൾക്ക് നല്ല വഴികൾ പറഞ്ഞു തന്നുകൊണ്ട് എപ്പോഴും കൂടെ നിൽക്കും. ഇങ്ങനെയുള്ളവരെ ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ട് ഇവർക്ക് എന്ന്. 4. സ്ഥലകാല പരിധിയില്ലാതെ വിളിക്കുകയും പറയുകയും ചെയ്യുന്നവർ. ഏത് അവസ്ഥയിലും ഏത് അവസരത്തിലും നിങ്ങളെ വിളിക്കുകയും സംസാരിക്കും. അത് വിദേശത്താണെങ്കിലും അടുത്താണെങ്കിലും ഒക്കെ നിങ്ങളെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് പുറമേ വെച്ചാണെങ്കിലും നിങ്ങളെ കാണുകയാണെങ്കിൽ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യും. അവിടെ വലിപ്പ ചെറുപ്പങ്ങളോ മറ്റൊന്നും കണക്കിലെടുക്കുകയില്ല. എപ്പോഴും നിങ്ങളോട് ഒരേപോലെ ഇടപെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്. മനസ്സിലാക്കിയിരിക്കുക. അവരുടെ വലിയ ആളുകളുടെ കൂടെ നിൽക്കുമ്പോഴും നിങ്ങളെ പരിഗണിക്കും. അല്ലെങ്കിൽ അവരുടെ സ്നേഹിതന്മാരുടെ കൂടെ നിൽക്കുമ്പോഴും എല്ലാം നിങ്ങളെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന, ഏത് അവസരത്തിൽ നിങ്ങളെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്. മനസ്സിലാക്കിയിരിക്കുക. അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. 5. സത്യം മാത്രം പറയുന്നവർ. നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളോട് സത്യം മാത്രമേ പറയൂ. അതിൽ നിന്ന് നിങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്നേഹം ഇല്ലാത്തവർ പല കളവുകളും പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കും, ചതിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പലതവണ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അവർക്ക് മുന്നിൽ നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല അത്. പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ സ്നേഹമുള്ളവർ സത്യം മാത്രമേ പറയൂ. ഇതറിഞ്ഞിരിക്കുക. അത് നിങ്ങൾക്ക് യഥാർത്ഥമായി ഫീൽ ചെയ്യുകയും ചെയ്യും. അവർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യും. അത് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. മനസ്സിലാക്കിയിരിക്കുക. 6. നിങ്ങൾക്ക് വേദന തരാത്തവർ. നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് വേദന തരുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. മാക്സിമം നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. വേദന മാക്സിമം തരാതിരിക്കാൻ അവർ നോക്കും. ഏതെങ്കിലും വിധത്തിൽ വേദന തട്ടിപ്പോയാൽ തന്നെ അതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ റിക്കവർ ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങളെ കൂടുതലായി സ്നേഹിക്കുന്നവർ ഒരിക്കലും നിങ്ങൾക്ക് വേദന തരില്ല. ഇത് അറിഞ്ഞിരിക്കുക. വേദനകളിൽ ആശ്വസിപ്പിക്കുക മാത്രമേ അവർ ചെയ്യൂ. 7. നിങ്ങളെ പറഞ്ഞ് ചതിക്കാത്തവർ. നിങ്ങളെ ഒരിക്കലും പറഞ്ഞ് ചതിക്കാത്തവർ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹിതർ. നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ. ഒരിക്കലും നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ പറഞ്ഞു പറ്റിക്കുകയില്ല, ചതിക്കുകയില്ല. നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. അവർ പറഞ്ഞതൊക്കെ അവർ ചെയ്തു തന്നിരിക്കും. നിങ്ങളുടെ യഥാർത്ഥ സ്നേഹമുള്ളതുകൊണ്ടാണത്. നിങ്ങളുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണത്. നിങ്ങളെ ആവശ്യമുള്ളതുകൊണ്ടാണ് അവർക്കത്. ഇത് മനസ്സിലാക്കിയിരിക്കുക. 8. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ഉയർത്തി പറയുന്നവർ. നന്നായി നിങ്ങളെ കാണിക്കുന്നവർ. അവരൊക്കെ നിങ്ങളോട് സ്നേഹമുള്ളവരാണ്. സ്നേഹമില്ലാത്തവർ നിങ്ങളെ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ ഉയർത്തി കാണിക്കില്ല. നിങ്ങളെക്കുറിച്ച് നന്മ പറയില്ല, നല്ലത് പറയില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ നന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ നല്ല ഒരു വ്യക്തിയായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കിയിരിക്കുക. 9. നിങ്ങൾ പോലും ചിന്തിക്കാത്ത നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നവർ. അവർ നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നന്മ വരുവാൻ വേണ്ടി ഒരിക്കലും അവർ കൂട്ടി നിൽക്കില്ല. ഇത് മനസ്സിലാക്കിയിരിക്കുക. ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ തിരിച്ച് സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും പഠിച്ചിരിക്കുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം. പിന്നെയും നന്മകൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവൂ അവരിൽ നിന്ന്. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.